ഹായ് ഹലോ നന്ദൂസ് ബേക്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള പിന്നെ ഒരു ഫോണ്ടൻ ഡിസൈൻ അടിപൊളി തീമിലുള്ള ഒരു കേക്കാണ്. പക്ഷേ ഇത് പണി പാളിപ്പോയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണ്ടൻ്റെ ആൾ തന്ന ആ പിക്ചറിലെ ഒരു പിക്കല്ല ഞാൻ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അത് എനിക്ക് ഡെലിവറി ചെയ്തതിന് ശേഷം ഒരു നെഗറ്റീവ് റിവ്യൂ ആ ഒരു കാര്യത്തിൽ മാത്രം കിട്ടിയ ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു നെഗറ്റീവ് റിവ്യൂ കിട്ടിയ ഒരു കേക്കാണ്. അത് ഫ്ലേവറിൻ്റെ കാര്യത്തിലല്ല നമ്മൾ ചെയ്ത് കൊടുത്ത ഒരു വർക്കിൻ്റെ കാര്യത്തിൽ. ഇപ്പം അതൊന്ന് ആ ഡിസൈൻ മാറിപ്പോയ ഒരു സംഭവമാണ്. പക്ഷേ അത് ഞാൻ അതിന് മുന്നേ ഒന്ന് ഞാൻ അവർക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ ആൾക്ക് അത്ര അങ്ങോട്ട് ആൾ തന്നതാണ് കൂടുതലായിട്ടും ഇഷ്ടമായത്. അപ്പോൾ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പം ഞാൻ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫ്ലേവർ ചെയ്തു, ഫൈനൽ കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഓവർനൈറ്റ് എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഡെലിവറിക്ക് കുറച്ച് സമയം മുന്നേ, ഇവിടെ അടുത്താണ്, അപ്പോൾ ഡെലിവറി കൊണ്ടു കൊടുക്കാനാണ്. അപ്പം കുറച്ച് സമയം മുന്നേ ഈ ഫോണ്ടൻ്റ് വർക്കെല്ലാം ചെയ്താൽ മതി. ഒരു ട്രീ ആണ്, ട്രീക്കകത്ത് നമ്മുടെ ലവ് ട്രീ ഇല്ലേ, അപ്പോൾ അതാണ്. ഇതൊരു ബർത്ത്ഡേ കേക്കാണ്, പക്ഷേ ഒരു ആനിവേഴ്സറി തീമിലുള്ള ഒരു കേക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോണ്ടനിലുണ്ടാക്കിയ ട്രീ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശിഖരങ്ങളും ഒക്കെ വെച്ച് കൊടുത്തു. ഇനി ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് റെഡ് കളർ കൊടുത്തിട്ടാണ് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയത്. അതുമെല്ലാം ഈ ശിഖരങ്ങളിലെല്ലാം വെച്ച് കൊടുക്കണം. പിന്നെ താഴത്തായിട്ട് ഞാൻ ഈ ഫോണ്ടനിൽ തന്നെ ബ്ലാക്ക് കളറിൽ ഒരു ചെറിയ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഫറൻസ് പിക്ക് തന്ന ഒരു കേക്കായിരുന്നു. 2-3 പിക്ക് അയച്ചിട്ട് അതിൽ നിന്നെല്ലാം ഓരോന്ന് എടുത്തിട്ട് ഒരു കേക്ക് ഫൈനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു കേക്കായിരുന്നു. അപ്പോൾ സംഭവം ഞാൻ ലവ് ട്രീ ആണ്, ലവ് ട്രീയിലെല്ലാം നമ്മുടെ ലവ് ഒക്കെ വെച്ച് കൊടുക്കുവാണേ. അപ്പോൾ എന്നിട്ട് ലവ് ട്രീ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അച്ഛനും അമ്മയും മോളും കൂടെ നിൽക്കുന്ന ഒരു പിക്ചറായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ കൈകോർത്ത് നിൽക്കുന്ന ഒരു പിക്ചറായിരുന്നേ. പക്ഷേ ഞാനത് ചെയ്തിട്ട് അത്രയും അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടാതെ ആയി എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു അച്ഛനും അമ്മയും മോളും മാത്രം മതിയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കേക്കിൽ അത് മാത്രമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ച് എൻ്റെ ഒരു പൊട്ടത്തരത്തിന് ഞാൻ ഇതേപോലെ ഇങ്ങനെ അച്ഛനും അമ്മയും മോളും കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഫേസ്. അപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തത് ഈ ഒരു അച്ഛനും അമ്മയും മോളും കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പിക്ചറാണ്. സംഭവം കൈകോർത്ത് നിൽക്കണമായിരുന്നു വേണ്ടത്, ഞാൻ മുന്നേ നിങ്ങൾ കണ്ടതുപോലെ. അപ്പോൾ ഇതിൽ നല്ല ഫേസൊക്കെ നല്ല ഒരു കറക്റ്റായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഇത് എല്ലാ ഓർഡറും അവർ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാ ഓർഡറും തരുന്ന ഒരു സ്ഥിരം കസ്റ്റമറാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഡെലിവറി കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. അപ്പം ആൾക്ക് ഞാനിപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ലാസ്റ്റ് ചെയ്യാനുള്ളത് പേരെഴുതിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ബെറ്റർ ഹാഫ് അങ്ങനെ എന്തോ ആണ് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് ഓർക്കുന്നില്ല. സംഭവം കുറച്ച് ദിവസമായി ഈ ഒരു കേക്ക് ചെയ്തിട്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് കുഞ്ഞു ഹാർട്ടും കൂടെ ഞാൻ ബോർഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഹാർട്ട് പീസുകൾ സൈഡിലും വെച്ചിട്ടുണ്ട്, മുകളിൽ വെച്ച് കൊടുത്തു. പിന്നെ ലാസ്റ്റ് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഈ ഒരു ടോപ്പർ, ഈ ഒരു ബ്ലാക്കിനോട് ചേർന്ന ഒരു ബ്ലാക്ക് കളർ ടോപ്പറും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേയുടെ. അപ്പോൾ അത് ഡെലിവറി ചെയ്യുന്ന സമയത്താണോ അവിടെ ഒരു നൈറ്റാണോ, ഒരു 9 മണിയൊക്കെ ആയപ്പോൾ 8-9 മണി ആയപ്പോഴാണ് ഡെലിവറി ചെയ്തത്. ആ ഒരു ടൈമിലാണോ എങ്ങനെയെന്തോ അത് മിസ്സായിപ്പോയി. പിന്നെ രണ്ടാമത് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ടോപ്പർ മിസ്സായിപ്പോയിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടെ നിന്ന് വേറൊരു ടോപ്പർ കൊടുത്തു വിടുകയാണ് ചെയ്തത്. അപ്പോഴേ എനിക്ക് ബ്ലാക്ക് കളർ ടോപ്പർ എൻ്റെ ഇടയിൽ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കൊടുത്തു വിട്ടത് ഒരു ഗോൾഡൻ കളർ ടോപ്പർ. പിന്നെ ഒരു രാത്രി 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡിൽ തന്നെ കൊടുത്തു വിട്ടു. അപ്പോൾ അങ്ങനെ 2 പ്രോബ്ലം ഉണ്ടായ ഒരു ചെറിയൊരു കേക്കിൻ്റെ വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അപ്പം എങ്ങനെയാണ് ഈ ഒരു കസ്റ്റമർ ഇനിയും എനിക്ക് ഓർഡർ തരുമെന്നൊരു ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.